Good afternoon, everyone. Good afternoon. I hope everyone is fine. Okay. So, welcome all of you to today's session. വരുമ്പോൾ നമുക്ക് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ? അതെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ നമ്മൾ ഇതൊരു പുതിയ ഫ്രഷ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ടോപ്പിക് നെയിമാണ് വർക്ക് എനർജി പവർ അല്ലേ? നമ്മുടെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, നീറ്റ് JEE എക്സാം ആയിക്കോട്ടെ, ഒരു നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. അപ്പം ഇത് പഠിക്കുമ്പം ആ ഡെപ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, നിങ്ങളുടെ +1 ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ആദ്യത്തെ 6-7 ചാപ്റ്ററുകൾ ഫിസിക്സിൻ്റെ ബേസ് ആണ്, മെക്കാനിക്സ് പാർട്ട്. അത് മനസ്സിലാക്കിയ ബാക്കിയുള്ള ഫിസിക്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് +1 ഫിസിക്സ് നിങ്ങൾ പഠിക്കുമ്പം ക്ലിയർ കട്ടായിട്ട് പഠിക്കാം. ഒരു ഹാർട്ട് ടോപ്പിക്കാണ്, ഹാർട്ടാണ്, ഫിസിക്സിൻ്റെ ഹാർട്ട് എന്ന് പറയും. അതുകൊണ്ട് ആ ശ്രദ്ധയോടുകൂടി പഠിക്കാം. ക്ലിയർ? അപ്പം വിതൗട്ട് വേസ്റ്റിംഗ് ടൈം we are going to start our new topic, new session, that is work energy and power. So നിങ്ങൾ വർക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന എന്താ? സാർ ഞാനിന്ന് ഒരുപാട് വർക്ക് ചെയ്ത് ടയേർഡാണ്. നമ്മുടെ എന്താ സൈക്കോളജിക്കൽ മൈൻഡാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റു, സ്കൂളിൽ വരുന്നു, പിന്നെയും തിരിച്ചു പോകുന്നു, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാത്തിനും എനർജി വേണം. നിങ്ങൾ എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വർക്കാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് സയൻറ്റിഫിക് മാനറിൽ, സയൻസിന് വേണ്ടി നമ്മൾ എന്താണ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ സയൻറ്റിഫിക് മാനറിൽ വർക്ക് പഠിക്കുമ്പോൾ എനിക്ക് എന്തായാലും ഒരു സിസ്റ്റത്തിനെ പറ്റിയാണല്ലോ പഠിക്കേണ്ടത്. സപ്പോസ് ഐ ഹാവ് എ മാസ് ഹിയർ, ഇത് എന്തോ ആയിക്കോട്ടെ, ഒരു വണ്ടി ആയിക്കോട്ടെ, ഒരു സ്റ്റോൺ ആയിക്കോട്ടെ. ഐ എം അപ്ലൈയിങ് സം ഫോഴ്സ് in this direction, force. So obviously it will have some displacement in this direction. This displacement is making an angle theta with. So work done, we can define work done is equal to dot product of force and displacement. Dot product of force and displacement. ds is a displacement vector, f is a force. You know what is dot product? A dot B is equal to AB cos theta. This is F, we can write as F ds cos theta, right? So this is you studied. Up to here you studied for your board exams. So we are preparing for competitive exam. We have to understand what is the exact meaning of ds and what is the exact meaning of ds cos theta. Clear? അതിനായിട്ട് എനിക്ക് ഈ AB cos theta എന്ന് എഴുതാം, A cos theta B എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അപ്പം ഒബ്വിയസ്ലി എന്താണ്, എനിക്ക് ഈ FDSനെ അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്ന ടേമിനെ രണ്ട് രീതിയിൽ എഴുതാം. W is equal to F ds cos theta എന്നും, അടുത്തത് W is equal to F cos theta into ds എന്നും എഴുതാം. സാർ ഇതെന്തിനാണ് ഈ രണ്ട് രീതിയിൽ എഴുതിയെന്നൊക്കെ പറഞ്ഞു തരാം. ഈ രണ്ട് രീതിയിൽ എഴുതിയാൽ ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പം ഡയഗ്രമാറ്റിക് ആയിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് FDS cos theta കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം, ചിലപ്പോൾ F cos theta കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. അപ്പം ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതിന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് രണ്ട് മെത്തേഡിൽ നമുക്ക് ഓരോ എക്സാമ്പിൾ ചെയ്യാം, നമുക്ക് അത് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് DS? അവിടെയാണ് എൻ്റെ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ടോപ്പിക്ക് എടുത്തതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ഈ DS എന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ DS cos theta എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ആക്ച്വലി കൈനമാറ്റിക്സിൽ പഠിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് പോലെയാണോ? അല്ല. നിങ്ങൾ അവിടെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്. ഹിയർ ഞാൻ DS cos theta എന്ന് പറയുമ്പം DS ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. പക്ഷേ DS cos theta എന്ന് പറയുന്ന കമ്പോണന്റ് എടുക്കുമ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. DS cos theta ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഐ എം സ്ട്രെസ്സിങ് ഔട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടോട്ടൽ ബോഡിക്ക് വേണമെന്നും നിർബന്ധമില്ല.
ആക്ഷൻ ബോഡീസിന്റെ കേസ് വരുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതും ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ക്ലിയർ ആയോ മക്കളെ? ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എഴുതിയേക്കുന്നതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് പറഞ്ഞ്. ഡി എസ് കോസ് തീറ്റ, വാട്ട് ഐ മീൻ ബൈ ഡി എസ് കോസ് തീറ്റ? It is a displacement, of the point, അപ്പുറത്തെ പേര് എഴുതുന്നതായിരിക്കും നല്ലത്. സോ W is equal to DSF DS cos theta എന്നാണ് പറയുന്നത്. ഈ DS cos theta എന്ന് പറയുന്നത് displacement of the point where the force is acting. Displacement of force acting in the point in displacement. Force acting in the direction of force. The direction of force. Is it clear? What do you mean by F ds cos theta? ds cos theta means displacement of the point where the force is acting in the direction of force. ആ പോയിന്റിന്റെ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതും ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ദാറ്റ് ഈസ് എ ഇമ്പോർട്ടന്റ് വൺ. ക്ലിയർ? സാറേ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? എഫ് കോസ് തീറ്റ ഡി എസ്. എഫ് കോസ് തീറ്റ ഡി എസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത് സിമ്പിൾ ആയിട്ട് എഫ് കോസ് തീറ്റ എടുക്കുമ്പോൾ എന്ത് വരും? എഫ് കോസ് തീറ്റ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. എഫ് കോസ് തീറ്റ. എഫ് കോസ് തീറ്റ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ്. ഇതിന് ശരിക്കും നമ്മൾ പ്രൊജക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത്, അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ചതിനാണ് ഞാൻ ഇത്ര സ്പീഡിലെടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ പഠിച്ചത് കൂടാതെ പുതിയ എന്തെങ്കിലും കിട്ടുന്നു. ഒന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്നും എല്ലാം പറഞ്ഞ് നമ്മൾ എടുക്കും. നിങ്ങളിപ്പോൾ ഇത് റിപ്പീറ്റിന് വന്ന പിള്ളേരാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഇത് പഠിച്ച് വന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് എന്ത് പുതുതായിട്ട് കിട്ടുന്നു? അറിഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് അടിക്കുമ്പോൾ ക്ലിയർ ആവും, പക്ഷേ പുതിയൊരു കാര്യം കൂടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഈ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് പുതുതായിട്ട് കിട്ടുന്നതാണെങ്കിൽ കിട്ടിയവർ കാണും, ഓൾറെഡി കിട്ടുന്നവർക്ക് ആയിക്കോട്ടെ. എഫ് കോസ് തീറ്റ, ഡി എസ് കോസ് തീറ്റ, അത് രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാന്ന് പഠിച്ചല്ലോ. ഓക്കെ, ഫൈൻ. ഇതും ക്ലിയർ ആയല്ലോ. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ തരാം. ഈ പോയിന്റിന് ഞാനൊരു എക്സാമ്പിൾ തരാം, മറ്റേതിന് എക്സാമ്പിൾ തരാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ നടത്തി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് മറ്റേലോട്ട്. അത് ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഡി സി പ്ലാന്റിലെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇതാണ് എൻ്റെ ഒരു പ്രൊജക്ഷൻ. ഇതിനെ എനിക്ക് തിരിക്കണം. ഓക്കെ, അപ്രോക്സിമേറ്റ് ഈ ഡയറക്ഷനിൽ വെച്ചു. ഇതിന് റേഡിയസ് ഉണ്ട്. ആ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്, സെൻട്രിൽ നിന്ന് ഇങ്ങോട്ട് ആറുണ്ട്. ഇതുപോലെ ഇവിടെ നിന്ന് ഉള്ള റേഡിയസ് ഉണ്ട്, ആറാണ്. റേഡിയസ് ആറാണ് ഈ സർക്കുലർ പാത്തിൻ്റെ. എന്താണ്? റേഡിയസ് ആറാണ്. എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ എനിക്കൊരു മാസ് ഇരിപ്പുണ്ട്. ഐ ഹാവ് എ മാസ് എം ഹിയർ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് ഈസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൾവേസ്. ഇത് മൂവ് ചെയ്യുമ്പോഴും ഫോഴ്സ് എപ്പോഴും ഹൊറിസോണ്ടലാണ്. ഇനി ഒബ്ജക്റ്റീവ് എത്തിയാലും എം ആണ് മാസ്, ഫോഴ്സ് ഹൊറിസോണ്ടലാണ്. ഫൈനലി മൈ ഒബ്ജക്റ്റ് ഈസ് ഹിയർ. Still my force is horizontal direction. Still my force is horizontal direction. My question, find work done. Simple. Find
വർക്ക് ഡൺ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. വർക്കിന്റെ ഡെഫിനിഷൻ നമുക്ക് അറിയുന്നത് എന്താ? W is equal to F ds cos theta. ഈ ds cos theta എന്താ? F ആണ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് F ആണ്. ds cos theta എന്താ? കറക്റ്റ്, ഗുഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ പോയിന്റിന്, എവിടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റിന്, ആ പോയിന്റിന് ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഫസ്റ്റ് ഇവിടെ ആയിരുന്നല്ലോ, ഇത് ഫോഴ്സ് ഇങ്ങോട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫോഴ്സിന്റെ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെന്റ് ഏതാ? പറയൂ സുഹൃത്തേ. ഇതെന്ത് ചെയ്ത്? മൂവ് ചെയ്ത് ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇതല്ല ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ആറല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആറല്ലേ? അപ്പൊ എനിക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ആർ എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ, ഒരു ഓക്കെ ബട്ടൺ ഇട്ടേ. ക്ലിയർ ആയെങ്കിൽ എന്താണ് ഞാൻ നോക്കിയത്? എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അതും ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് മാത്രമല്ല ഞാൻ നോക്കിയുള്ളൂ. അതാണല്ലോ ds cos theta മീനിങ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെങ്കിൽ ഒരു ഓക്കെ ബട്ടൺ ഇട്ടേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യും. നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുവാണേ. ഇത് മറ്റേ രീതിയിലും ചെയ്യാം കേട്ടോ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. കൺവെൻഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡൊക്കെ ഫോളോ ചെയ്യാം. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ടൈം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ള പ്രശ്നം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആൻസർ സെയിം ആയിട്ട് കിട്ടും. ഞാനിപ്പം എനിക്ക് ഒബ്ജക്റ്റ് ഉണ്ട്. ഈ റേഡിയസ് എന്ന് പറയുന്നതൊക്കെ 6 പഴയ കേസ് തന്നെയാണ്, ചിന്ന വ്യത്യാസം. ഇവിടെ നിന്ന് റേഡിയസ് 6, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സർക്കുലർ ട്രജക്ടറി പാത്തും ഉണ്ട്. വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 6. അപ്പം ഇവിടാണ് എൻ്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? ഈ ഒബ്ജക്റ്റിന് ഇപ്പം ഞാൻ ഫോഴ്സ് കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലാണ്, ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിൽ. ഫൈനലി ഇത് ഇവിടെ എത്തി. ഈ ഡയറക്ഷനിൽ എത്തിയപ്പോഴും ഈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ സ്ട്രേറ്റ്, ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി പറ, എത്രയാണ് ഇവിടുത്തെ വർക്ക്? ഇത് 6. എത്രയാണ് ഇവിടുത്തെ വർക്ക് ഡൺ? സിമ്പിൾ. വർക്ക് ഡൺ എഫ് ds cos 0. ds cos തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇതല്ലേ? ഈ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വേറൊരു കളർ വെക്കുവാണേ. ഈ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്? എന്താണ്? ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ, 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതെന്താണ്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ds cos theta എന്ന് പറയുന്നത് √2 ടൈംസ് r അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ, r സ്ക്വയർ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് r. അപ്പോൾ വർക്ക് ഡൺ എന്ത് വരും? f ഇൻറ്റു √2r. സെയിം സിറ്റുവേഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറിയപ്പോൾ വർക്ക് ഡൺ മാറിയത് കണ്ടോ? ഞാനിവിടെ യൂസ് ചെയ്ത ഒരേ ഒരു കൺസെപ്റ്റ് ആണ്, ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോഴും പറയുന്നു ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്.
ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ഇത്രയും ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി നമുക്കിതിനെ മോഡിഫൈ ചെയ്യാം. ഈ സെയിം പ്രോബ്ലത്തിന് ഇനി നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. ഇതിനെന്താണ്, വീണ്ടും ഞാൻ റൊട്ടേറ്റ് ചെയ്തു. സെയിം ട്രജക്ടറി ആണ്, സെയിം കേസാണ്. ഇവിടെ എന്താണ്, റേഡിയസ് ഉണ്ട്. Drawing is an art. ഈ റേഡിയസ് എന്ന് പറയുന്ന 6 അതുപോലെ തന്നെ ഇത് റേഡിയസ് എന്ന് പറയുന്ന 6 റേഡിയസ് 6. നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ഹിയർ. നൗ മൈ ഫോഴ്സ്, ഇത് കേസ് 3 ആണ്. കേസ് 3 ഒബ്ജക്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഈ ഡിസ്പ്ലേസ്മെന്റ് ടാൻജൻഷ്യലി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത കേസിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ട്, അപ്പം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത വട്ടം ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ടൈമിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അത് ഇതിന് ടാൻജൻഷ്യലി ഇങ്ങനെയാണ്. ഫൈനലി ഒബ്ജക്റ്റ് റീച്ച് ആയി. ഇപ്പോഴും ഫോഴ്സ് എന്താ, ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഡൺ യൂസ് ചെയ്യാം. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡി എസ് കോസ് തീറ്റ. പറയൂ സുഹൃത്തേ. ഇവിടെ എവരി സിറ്റുവേഷനിൽ എന്താണ്, എല്ലാ സിറ്റുവേഷനിലും എന്താണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറുക. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, താഴെ നിന്ന് മൂവ് ചെയ്ത് മേളിലെത്തി. അപ്പോൾ ഫോഴ്സ് എന്തായി, ഡയറക്ഷൻ മാറി. അതായത് ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷനിലായി. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷനിലായി. അപ്പം അടുത്ത സെക്കൻഡിൽ ഒബ്ജക്റ്റ് വീണ്ടും മേളിലായി. അപ്പോൾ ഫോഴ്സ് എന്താ, വീണ്ടും മേലെ വന്നിട്ട് സെയിം ഡയറക്ഷനിലായി. അങ്ങനെ ഓരോ ഡയറക്ഷനിൽ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ആണല്ലോ. അപ്പം എന്താ, ഈ ഫോഴ്സിന്റെ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, √r ആണോ? അല്ല. r ആണോ? അല്ല. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഈ സർക്കുലർ പാത്ത് അല്ലേ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പം സർക്കുലർ പാത്ത് അല്ലേ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സർക്കുലർ പാത്ത്, ഈ സർക്കുലർ പാത്ത് ആകുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വരും? നീ കൺഫ്യൂസ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്താണ് ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ്? ഫോഴ്സിന്റെ ഡയറക്ഷനിൽ, അല്ലാതെ ഫൈനൽ പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് ഉള്ളതല്ല. അപ്പോൾ എങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, ഇവിടെ ഇത്ര ഹൈറ്റിലാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, ആണെന്ന് പറയാം, ഹൊറിസോണ്ടൽ ഇത്രയാണെന്ന് പറയാം. അല്ല, ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അതല്ല, നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ കണ്ടെത്താനാണെങ്കിൽ പിന്നെ നിങ്ങൾ ആംഗിൾ ഡിഫൈൻ ചെയ്തിട്ട് റിസോൾവ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് ഇതിലോട്ട് പോകുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് എന്താണ്, ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അതെന്ന് പറയുന്നത് ഇതല്ലേ, സർക്കുലർ പാത്ത് അല്ലേ. ടോട്ടൽ എന്താണ്, 2πr. അതിന്റെ ഹാഫ് വരുമ്പോൾ πr, അതിന്റെ ഹാഫ് വരുമ്പോഴോ πr/2. സോ എനിക്ക് ds കോസ് തീറ്റ എന്ന് പറയുന്നത് πr/2 എന്ന് വരും ഇല്ല. അപ്പം വർക്ക് ഡൺ, ഫോഴ്സ് ഉണ്ട് πr/2. ഇതാണ് ഇവിടുത്തെ വർക്ക് ഡൺ. ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയോ മക്കളെ? വർക്ക് ഡണ്ണിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനിയുണ്ട്, നമുക്ക് ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇതൊരു ചെറിയ ഡെമോ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ച ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പറഞ്ഞു തരുന്നതിന് എനിക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുന്നില്ല. കാരണം എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടവുമാണ്, അതുപോലെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അറിയത്തില്ല എന്ന് പറയും, പക്ഷേ അത് തൊട്ടടുത്ത നിമിഷം ഒരു ഡിലേ ഉണ്ടാവാതെ തന്നെ നിങ്ങൾക്ക് അധികം ക്ലിയർ ചെയ്ത് തരും. കേട്ടല്ലോ? ഈ വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്കിൻ്റെ ബേസിക് ഡെഫിനിഷൻ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ വർക്കിൻ്റെ കുറച്ച് ഇൻഡെപ്തിലോട്ട് പോകാൻ ട്രൈ ചെയ്തത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ all the best students, keep studying and achieve your goal. Take it as a challenge. Everything take it as a challenge. നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറാതെ
ഓക്കെ ഞാനൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണ്, ഇത് അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല, ഞാനൊന്ന് ചലഞ്ച് ചെയ്തെടുക്കട്ടെ. ആ ഒരു മൈൻഡ് സെറ്റിൽ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മുന്നോട്ട് പോവുക. കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് വരട്ടെ. അതിനുള്ള ഫുൾ സപ്പോർട്ടോടുകൂടി ഞാനും കാണും, എന്നാൽ കഴിയുന്നവരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.